പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഈ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ട് ഒരു മുള്ളു പോലും നമ്മുടെ കാലിൽ തറച്ചിട്ടുണ്ടോ? നോക്കണേ നിങ്ങൾ, ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരു മനുഷ്യൻ മരണത്തോടും മല്ലടിക്കുന്നുണ്ട്. ഒരു ദിവസം 2-3 ഡയാലിസിസ് ചെയ്ത് ഒരു മനുഷ്യൻ ആസ്റ്റർ മെഡിസിറ്റിയുടെ ഐസിയുയിൽ കിടന്ന് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളെയൊക്കെ പോലെ ശുഭവസ്ത്രം ധരിച്ച് മൈക്കിന്റെ മുമ്പിൽ ആ ഗാംഭീര്യ ശബ്ദത്തോടു കൂടി സംസാരിച്ചാൽ പോക്കറ്റ് നിറയും, വയറ് നിറയും. അതെല്ലാം ത്യജിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഐസിയുടെ അകത്ത് ഒക്കെ ആയിട്ട് ചെലവഴിച്ച് ഒരു സാധുവായ മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരാണ് അബ്ദുൽ നാസർ മഅദനി. എന്തിനു വേണ്ടിയാണ്? നമ്മളെയൊക്കെ പോലെ ചിന്തിച്ചാ പോരായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ ഹക്കായ രൂപത്തിൽ പറഞ്ഞതിന്റെ പേരിൽ കൊടിയ പീഡനം അനുഭവിച്ചിന്ന് ആ ശരീരം മുഴുവനും ദുർബലപ്പെട്ട് ആസ്റ്റർ മെഡിസിറ്റിയുടെ ഐസിയിലാണ്. അല്ലാഹുവേ, അവിടുന്ന് ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഉലമാക്കൾക്കെല്ലാം നീ ദീർഘായുസ്സ് നൽകണേ പടച്ചവൻ.